100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. കലിയടങ്ങാതെ കാട്ടാനകൾ സംഹാരതാണ്ഡവമാടുമ്പോൾ കരുളായി വനത്തിൽ പൊലിയുന്ന മനുഷ്യജീവനുകളുടെ എണ്ണം കൂടുന്നു. 11 ദിവസത്തിനിടെ രണ്ടാമത്തെ മനുഷ്യജീവനാണ് കരുളായി വനത്തിൽ നിന്നും കാട്ടാനകൾ കവർന്നെടുത്തത്. കാടിനെ ഉപജീവനമാർഗമായി കാണുന്ന കാടിന്റെ മക്കളെ കാട്ടാനകൾ വേട്ടയാടൽ തുടരുമ്പോഴും ഏത് രീതിയിൽ പരിഹാരം കാണുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് അധികൃതർ. കുട്ടികളെ സ്കൂളിലാക്കി വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് കഴിഞ്ഞ 4-ാം തീയതി പൂച്ചപ്പാറ മണി എന്ന യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നത്. അതിന്റെ ദുഃഖത്തിൽ നിന്ന് മോചനമാവും മുമ്പാണ് വനവിഭവം ശേഖരിക്കുന്നതിനിടെ ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനിയുടെ വിയോഗം. 10 വർഷത്തിനിടെ 3 ചോലനായ്ക്കർ ഉൾപ്പെടെ സരോജിനിയുടേതടക്കം 4 പേരാണ് ഇത്തരത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഒരു കാലത്ത് കേട്ടുകേൾവി പോലുമില്ലാത്ത ആദിവാസികൾക്ക് നേരെയുള്ള ഇത്തരം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിപ്പോൾ നിരന്തരമെന്നോണമായപ്പോൾ കാടിനുള്ളിൽ കഴിയുന്ന ആദിവാസികളുടെ ജീവിതത്തെ തന്നെ ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന 10 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകുകയല്ലാതെ ശാശ്വതമായ പരിഹാരം കാണാൻ മറ്റൊന്നും ചെയ്യാൻ അധികൃതർക്കാവുന്നില്ല. കഴിഞ്ഞ ആഴ്ച മണിയുടെ മരണത്തെ തുടർന്നുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിലമ്പൂരിലെ MLA ആയിരുന്ന PV അൻവർ തൽസ്ഥാനം രാജിവെക്കുക വരെ ചെയ്തിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം നടന്നാൽ ഒപ്പിട്ടുവെച്ച ചെക്ക് നൽകി തടിയൂരുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും പെരുകുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്നും അതിനുള്ള നിയമനിർമ്മാണം നടത്താൻ സർക്കാരുകൾ തയ്യാറാവണമെന്നും ഉച്ചക്കുളത്തെത്തിയ മുൻ MLA അൻവർ പറഞ്ഞു. വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പോ എന്തുകൊണ്ട് വനനിയമ ഭേദഗതി പാടില്ല എന്ന് പറഞ്ഞതിന്റെ സാക്ഷ്യപത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ മാസം 10ാമത്തെ മരണമാണ്. 7 സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയതാ മരിച്ച വീടുകളിൽ. അപ്പൊ ഈ ദുരന്തം തുടരുകയാണ്. ഇപ്പൊ DFO വരും, കളക്ടർ വരും, മറ്റൊരു വരും, മറിച്ചോല് വരും. ഒരു 5 ലക്ഷത്തിന്റെ ചെക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഒരു മനുഷ്യൻ മരിച്ചു വീണാൽ കിട്ടുന്ന കോമ്പൻസേഷൻ വെറും 10 ലക്ഷമാണ്. ആ 10 ലക്ഷത്തിൽ 5 ലക്ഷം കേന്ദ്രം നൽകുന്ന. കേന്ദ്രം ആൾറെഡി പൈസ കൊടുത്ത് 5 ലക്ഷം അവിടെ എഴുതി വെച്ചിരിക്കുക. ആളെ പേര്, അടുത്ത രക്തസാക്ഷി ആരാണ് എന്ന് അറിയാൻ കാത്തിരിക്കുക. ആ എഴുതി ഒപ്പിട്ടത് കൊടുക്കും. പിന്നെ 5 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കും. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ തട്ടി ഒരു മനുഷ്യൻ മരിച്ചാൽ 25-50 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഒരവസ്ഥ ഈ നാട്ടിലുണ്ട്. അപ്പം നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു വളരെ വലിയ വിഷയമാണ്. ഇതിൻ്റെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. ഇപ്പം ഇവരിപ്പോൾ കാട്ടിലാണെന്ന് പറയും. വനാവകാശികൾ കാട്ടിലല്ലാതെ കടലിൽ പോയി ജീവിക്കാൻ പറ്റുമോ? അവർ ജീവിക്കുന്ന അവരുടെ കോളനിയുടെ ചുറ്റുപാടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത ആർക്കാണുള്ളത്? ഗവൺമെൻറ്റിനുണ്ട്. 1-2 കിലോമീറ്റർ അവർ കൃഷി ചെയ്യുന്ന ആ വീടിന് ചുറ്റുമല്ല, അവരുടെ കൃഷി പ്രദേശങ്ങളിൽ. ഇപ്പോൾ ആട് മേയ്ക്കാൻ പോയതാണ്. ഉൾക്കാട്ടിലല്ല, ഇവരെന്താ പറയുക, കാട്. വനവാസികൾ മുഴുവൻ കാട്ടിലല്ലേ. കരുളായിൽ മണി മരിച്ചവൻ പറഞ്ഞു കാട്ടുന്ന ചവിട്ടിക്കൊന്നു. മണി അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ റോട്ടിലിട്ട ചവിട്ടിക്കൊള്ളുന്നത്. അപ്പം വനവാസികളെ വനത്തിൽ നിർത്തുമ്പം അവർക്ക് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് കൊടുക്കാൻ ഒരു മാർഗമില്ല. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് ഇതിലൊരു എന്താ പറയുക, ഭരണകൂട ഭീകരത ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് മനുഷ്യരിറങ്ങിപ്പോകുക എന്നത് അവരുടെ ആവശ്യമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ്. അതിന് പിന്തുണ കൊടുക്കുന്ന നിലപാടാണ് ഈ പശ്ചിമഘട്ടത്തിലെ ഫോറസ്റ്റ് എടുക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ആളുകൾ വിറ്റുപോവുകയാണ്, വീട് വിറ്റുപോവാണ്. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, DCC പ്രസിഡന്റ് ജോയി പല ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു, അൻവർക്ക നമുക്ക് വിറ്റുപോകാൻ പറ്റില്ലല്ലോ, നമ്മളെങ്ങനെയാണ് വിറ്റുപോവുക? പലരും വിറ്റുപോയി കഴിഞ്ഞു കിട്ടുന്ന കാശിന്. അപ്പം ജനങ്ങളെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ജനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി പോവും. പിന്നെ ഇവിടുന്ന് പോകാത്തത് ആരാ? വനവാസികളാ. ഇവർക്ക് വനാവകാശ നിയമമുണ്ട്. ഒരു നിലക്കും ഇവരെ പുറത്താക്കാൻ പറ്റില്ല. അപ്പം ഇനി അവർക്ക് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന മൃഗങ്ങളുടെ ആക്രമണം നടന്നോട്ടെ. 10 മരിച്ച് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടിയും കട കൊടുത്തിട്ട് ഇവരെ ഇറങ്ങും. അപ്പം നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാക്കുക, ഭരണകൂട ഭീകരത ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ സമരം ചെയ്യും, കലക്ടർ വരണം എന്നൊക്കെ പറയണ്ട എല്ലാവരും. എന്താ കലക്ടർ വന്നിട്ട്? ഞാനിപ്പോൾ പറഞ്ഞു, ഇവിടെ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ ഇതിന് വളരെ സാക്ഷിയാണ്. ഷൗക്കത്തയുടെ കാര്യ ഷൗക്കത്ത് ഇവിടെ ഉണ്ട്. ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കേരളം മുഴുവൻ വനമേഖലയിൽ ഇത് കൊണ്ടുവരിക. അപ്പം ഇതിന് സ്വാഭാവികമായിട്ടും ഇതിനൊരു നിയന്ത്രണമൊക്കെ സീസണിൽ വെടിവെച്ച് കൊല്ലുക, ആളുകളെ ഏൽപ്പിക്കുക. ഏറ്റവും വലിയ കങ്കാരുവിൻ്റെ ശല്യ രാജ്യമാണ് ഓസ്ട്രേലിയ. നമുക്ക് TV കാണുന്ന അവിടെ സീസണിൽ ഒരു കങ്കാരുവിനെ വെടിവെക്കാൻ ഗവൺമെൻറ് $100 തോക്കും കൊടുക്കുകയാണ് യൂത്ത് ക്ലബ്ബുകൾക്ക്. ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്.
ഇവിടെ മാത്രം ഒരു ചുക്കും നടക്കൂല. ഇവിടെ നമ്മൾ ചത്ത് പിരിയ ആ നിയമം മാറ്റണം എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.